സംസ്കാരവും പാരമ്പര്യവും കൊണ്ട് സമ്പന്നമായ രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കവുമുണ്ട്. 1947 വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും 1947 ശേഷമുള്ള റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വംശീയ ഭാഷാപരമായ വൈവിധ്യമുള്ള ഇന്ത്യയിൽ ഉത്ഭവിച്ചതോ അതുമായി ബന്ധപ്പെട്ടതോ ആയ സാമൂഹിക മാനദണ്ഡങ്ങളുടെ പൈതൃകമാണ് ഇന്ത്യൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരവും മറ്റ് ആദ്യകാല സാംസ്കാരിക മേഖലകളും തുടങ്ങി നിരവധി സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്രത്താൽ പലപ്പോഴും പല സംസ്കാരങ്ങളുടെ സംയോജനമായി ഇന്ത്യൻ സംസ്കാരം അറിയപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യൻ സംസ്കാരത്തെ അതിന്റെ ചരിത്രത്തിലുടനീളം നിരവധി വിദേശ സംസ്കാരങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. കുടിയേറ്റം, കോളനിവൽക്കരണം അല്ലെങ്കിൽ സ്വാധീനം എന്നിവയാൽ പ്രത്യേകിച്ച് ദക്ഷിണ ഏഷ്യയിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഇന്ത്യയുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചരിത്രങ്ങളുള്ള രാജ്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഈ പദം ഇന്ത്യക്കപ്പുറം ബാധകമാണ്. ഇന്ത്യയുടെ സംസ്കാരം എന്നത് ചെറിയ തനതായ സംസ്കാരങ്ങളുടെ ഒരു ശേഖരത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഉത്സവങ്ങൾ, ഭാഷകൾ, മതങ്ങൾ, സംഗീതം, നൃത്തം, വാസ്തുവിദ്യ, ഭക്ഷണം, കല എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം. ഇന്ത്യയിലെ ഭാഷകൾ, മതങ്ങൾ, നൃത്തം, സംഗീതം, വാസ്തുവിദ്യ, ഭക്ഷണം, ആചാരങ്ങൾ എന്നിവ രാജ്യത്തിനുള്ളിൽ തന്നെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഘടകങ്ങൾ ഒന്നാമതായി ഇന്ത്യൻ വംശജരായ മതങ്ങൾ, അതായത് ഹിന്ദുമതം, ജൈനമതം, സിഖ് മതം, ബുദ്ധമതം എന്നിവയാണ്. നിരവധി വിദേശ മതങ്ങളുമുണ്ട് ഈ രാജ്യത്ത്. ക്രിസ്തുമതം, ഇസ്ലാം മതം തുടങ്ങിയ മതങ്ങൾ. വൈവിധ്യമാർന്ന നിരവധി മതങ്ങളുടെ സാന്നിധ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ സഹിഷ്ണുതയ്ക്കും മതനിരപേക്ഷതയ്ക്കും കാരണമായെന്ന് തന്നെ പറയാം. 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒരു കോളനിയായിരുന്നു ഭാരതം. ഈ കാരണത്താൽ ഇന്ത്യൻ സംസ്കാരം, പരമ്പരാഗത ആചാരങ്ങൾ, ലോകമെമ്പാടുമുള്ള മറ്റ് സ്വാധീനങ്ങൾ എന്നിവയുടെ സംയോജനമാണ്. വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, മതവിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ രാജ്യം വൈവിധ്യത്തിനും പേരുകേട്ടതാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നും ലോകത്തിനാകെ അത്ഭുതമാണ്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സംസ്കാരം എല്ലായ്പ്പോഴും നിരവധി നോവലുകൾ, ചെറുകഥകൾ, കവിതകൾ, നാടകങ്ങൾ, സിനിമകൾ, സംഗീതം, പെയിന്റിങ്ങുകൾ, മറ്റ് കലാപരമായ നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് പ്രചോദനമാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ നിലവിലുള്ള സംവിധാനമാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ. കുടുംബാംഗങ്ങളിൽ മാതാപിതാക്കൾ, മക്കൾ, അവരുടെ സന്തതികൾ എന്നിവർ ഉൾപ്പെടുന്നു. മൂത്ത പുരുഷനാണ് കുടുംബത്തിന്റെ തലവൻ. പണ്ട് മുതൽക്കേ നിലനിന്നിരുന്ന വിവാഹ സമ്പ്രദായത്തിലൂടെയാണ് കുടുംബങ്ങൾ ജനിക്കുന്നത്. നിശ്ചയിച്ച വിവാഹങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ പണ്ട് മുതലേ പതിവാണ്. ഇന്നും ഭൂരിഭാഗം ഇന്ത്യക്കാരും അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് അവരുടെ വിവാഹങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. വിവാഹങ്ങൾ തീർച്ചയായും തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ ആഘോഷവേളകളാണ്. ഇന്ത്യൻ വിവാഹങ്ങളിൽ ശ്രദ്ധേയമായ അലങ്കാരങ്ങൾ, വസ്ത്രങ്ങൾ, സംഗീതം, നൃത്തം, ആചാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണം, കലകൾ, സംഗീതം, കായികം, വസ്ത്രങ്ങൾ, വാസ്തുവിദ്യ എന്നിവ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ ഘടകങ്ങൾ വിവിധ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. എല്ലാറ്റിനുമുപരിയായി ഈ ഘടകങ്ങൾ ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, സംസ്കാരം, ഗ്രാമ നഗര ക്രമീകരണം എന്നിവയാണ്. കർശനമായ സാമൂഹിക ശ്രേണിയാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷത. ഇന്ത്യയിലെ കുട്ടികളെ ചെറുപ്പം മുതലേ സമൂഹത്തിലെ അവരുടെ പ്രസക്തിയും സ്ഥാനവും പഠിപ്പിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യപാഠങ്ങൾ വിദ്യാരംഭം മുതൽ അവർ സ്വായത്തമാക്കുന്നു. ഇന്ത്യയിലെ ഉത്സവങ്ങൾ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓണം, ദീപാവലി, മഹാശിവരാത്രി, ഗണേശ ചതുർത്ഥി, കൃഷ്ണ ജന്മാഷ്ടമി, ഹോളി, ക്ഷേത്ര ഉത്സവങ്ങൾ തുടങ്ങി ഒട്ടനവധി ഉത്സവങ്ങളാൽ സമ്പന്നമാണ് ഈ രാജ്യം. ഇന്ത്യയിലെ വൈവിധ്യമാർന്നതും സമ്പന്നവുമായ വന്യജീവികൾ ഈ പ്രദേശത്തിന്റെ ജനപ്രിയ സംസ്കാരത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുന്നു. ഇന്ത്യയിലെ വന്യജീവികൾ പഞ്ചതന്ത്രം, ജാതക കഥകൾ തുടങ്ങിയ നിരവധി കഥകൾക്കും കെട്ടുകഥകൾക്കും വിഷയമായിട്ടുണ്ട്. സമീപ ദശകങ്ങളിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എല്ലാറ്റിനുമുപരിയായി ഈ മാറ്റങ്ങൾ സ്ത്രീ ശാക്തീകരണം, പാശ്ചാത്യവൽക്കരണം,
അന്ധവിശ്വാസങ്ങളുടെ തകർച്ച, ഉയർന്ന സാക്ഷരത, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തുടങ്ങിയവയാണ്. ദ്രുതഗതിയിലുള്ള പാശ്ചാത്യവൽക്കരണത്തിനിടയിലും പല ഇന്ത്യക്കാരും പരമ്പരാഗത ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യയുടെ ജീവനാഡിയാണ് കാർഷിക സംസ്കാരം. കർഷകരുടെ അമൂല്യമായ സംഭാവനകളെ ആദരിക്കുന്ന സമൃദ്ധവും ശാശ്വതവുമായ ഒരു കാർഷിക സംസ്കാരം പുരാതന കാലം മുതൽക്കേ ഭാരതത്തിൽ നിലനിന്നു പോരുന്നു. അർപ്പണബോധത്തോടും കഠിനാധ്വാനത്തോടും കൂടി ഭക്ഷണ വിതരണം നിലനിർത്തുന്നതിൽ ഇന്ത്യൻ കർഷകർ ജനജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ ഭക്ഷണം ഇന്ത്യ പോലെ തന്നെ വൈവിധ്യമാർന്നതാണ്. ഇന്ത്യൻ പാചക രീതികളിൽ നിരവധി ചേരുവകൾ ഉപയോഗിക്കുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണം തയ്യാറാക്കുന്ന ശൈലികൾ, പാചക രീതികൾ, പാചക അവതരണങ്ങൾ എന്നിവ വിന്യസിക്കുന്നു. നൃത്തകലയുമായി ഇന്ത്യൻ സംസ്കാരത്തിന് ഒരു നീണ്ട പ്രണയമുണ്ട്. ഹിന്ദു സംസ്കൃത ഗ്രന്ഥങ്ങളായ നാട്യശാസ്ത്ര, അഭിനയ ദർപ്പണ എന്നിവ BC 200 മുതൽ ക്രിസ്തുവർഷം 1-ാം സഹസ്രാബ്ദത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകൾ വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ നൃത്തകല ആന്തരിക സൗന്ദര്യത്തിന്റെയും മനുഷ്യരിലെ ദൈവികതയുടെയും പ്രകടനമാണ്. ഇതൊരു ആസൂത്രിത കലയാണ്. യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല. ഓരോ ആംഗ്യവും ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ സംസ്കാരം ഈ ലോകത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു ജനതയെ വേർതിരിക്കുന്ന 2 പ്രധാന സവിശേഷതകളാണ് സംസ്കാരവും പാരമ്പര്യവും. ഒരു രാജ്യത്തിന്റെ സംസ്കാരം ഒരിക്കലും ഒരു പ്രത്യേക അസ്തിത്വമല്ല. രാഷ്ട്രത്തിൽ വസിക്കുന്ന ഓരോ പൗരനിലും അതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഒരു രാജ്യത്തിന്റെ സംസ്കാരം സംരക്ഷിക്കുക എന്നതിനർത്ഥം ഒരു രാജ്യത്തെ തന്നെ സംരക്ഷിക്കുക എന്നതാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ മഹത്തായ സംസ്കാരത്തെ തലമുറകൾക്കായി സംരക്ഷിക്കുക.